الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد സൂറത്ത് യൂനുസിലെ 10-ാമത്തെ സൂക്തമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് 60-ാമത്തെ സൂക്തം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما ظن الذين يفترون على الله الكذب يوم القيامة إن الله لذو فضل على الناس ولكن أكثرهم لا يشكرون وما ظن الذين ഒരു വിഭാഗം ആളുകളുടെ വിചാരം എന്താണ്? യഫ്തറൂന അലല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുന്നു, കളവ് ചമക്കുന്നു. അലല്ലാഹിൽ കദിബ് എന്ന് കളവ് കൃത്രിമമായി ഉണ്ടാക്കി അള്ളാഹുവിൻ്റെ മേൽ ആരോപിക്കുന്നവൻ്റെ വിചാരം എന്താണ്? യൗമൽ ഖിയാമ, അന്ത്യനാളിനെ സംബന്ധിച്ച്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ലദു ഫദ്ലിൻ അലന്നാസി, ജനങ്ങളുടെ മേൽ ഏറെ ഔദാര്യമുള്ളവനാണ്. വലാകിൻ അക്സറഹും, എന്നാൽ അവരിലെ ഭൂരിഭാഗവും ലാ യഷ്കുറൂൻ, നന്ദി കാണിക്കുന്നില്ല. ഒന്നുകൂടെ അർത്ഥം പറയാം. വമാൽ വന്നുല്ലദീന, വമാൽ വന്ന് മാന ചോദ്യം എന്താണ്? വന്നാന ഊഹം, വിചാരം എന്നൊക്കെയാണ്. മാ വന്നുല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ മേൽ കള്ളമാരോപിക്കുന്നവരുടെ വിചാരം എന്താണ്? യൗമൽ ഖിയാമ, ഖിയാമത്തിനെ സംബന്ധിച്ച്, ഖിയാമത്ത് നാളിൽ വിചാരണക്ക് അവർ ഹാജരാകുന്ന ദിനത്തിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അങ്ങനെ വല്ല ധാരണയും വിചാരവും അവർക്കുണ്ടോ? ഇന്നല്ലാഹ ലദു ഫദ്ലിൻ അലന്നാസി, അല്ലാഹു ജനങ്ങളോട് ഏറെ ഔദാര്യമുള്ളവനാണ്. വലാകിൻ അക്സറഹും ലാ യഷ്കുറൂൻ, എന്നാൽ അവരിലെ അധികം ആളുകളും നന്ദി കാണിക്കുന്നില്ല. 57-58 സൂക്തത്തിൽ മനുഷ്യന് ജീവിതത്തിൽ വഴി കാണിക്കാനുള്ളതാണ് ഖുർആൻ എന്ന് സൂചിപ്പിച്ചു. അതോടൊപ്പം മനുഷ്യ മനസ്സിൽ നിന്നുണ്ടാകുന്ന സകലമാന തിന്മകൾക്കും ദോഷങ്ങൾക്കും കുറ്റങ്ങൾക്കും ഒക്കെയുള്ള പരിഹാരമാണ്, അതിനൊക്കെയുള്ള ശമനമാണ്. അതൊക്കെ മനുഷ്യ മനസ്സിൽ നിന്ന് വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, കൊടൂരതകൾ, ക്രൂരമായ എന്തിടപാടുകളും മനുഷ്യനെ മുക്തനാക്കണോ ഖുർആനിൻ്റെ സന്ദേശം അതിനുതകും എന്നാണ്. വശിഫാഉൽ ലിമാ ഫി സുദൂർ, എല്ലാ തിന്മകളുടെയും കേന്ദ്രം മനസ്സാണല്ലോ. മനസ്സിൽ നിന്നാണല്ലോ തിന്മകൾ ഉണ്ടാകുന്നത്. ചെറുതായിരുന്നാലും വലുതായിരുന്നാലും, വ്യക്തിപരമായിരുന്നാലും സമൂഹത്തിന് ആകമാനം ബാധിക്കുന്നതായിരുന്നാലും. അത് നമ്മുടെ യുദ്ധത്തെ സംബന്ധിച്ച് പറയുക, 10,000-കണക്കിന് മനുഷ്യന്മാരെ കൊല്ലുക, കെട്ടിടങ്ങൾ തകർക്കുക, അംഗഭംഗം വരുത്തുക, പരിക്കേൽപ്പിക്കുക, ഇത് എവിടെ നിന്നുണ്ടാവണം? ഒരു ദുഷ്ടൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ്. അതിനൊക്കെയുള്ള പരിഹാരം, മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുന്നതിനുള്ള പരിഹാരമാണ് ഷിഫാഉൽ ലിമാ ഫി സുദൂർ, മനസ്സുകളിലുള്ള ദോഷങ്ങൾക്കുള്ള ശിഫ. പിന്നെ ഹുദയാണ്, വഴികാട്ടിയാണെന്ന് പറഞ്ഞാൽ എന്താണ്? വഴികാട്ടിയാതെ മനുഷ്യൻ്റെ ജീവിത വ്യവഹാരങ്ങളിൽ ഏതെല്ലാം നിലപാടുകളാണ് സ്വീകരിക്കാൻ പറ്റുക, എന്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടതുണ്ട് എന്ന് വഴി കാണിച്ചു കൊടുക്കുന്നതുമാണ് ഖുർആൻ. അതൊക്കെ കഴിഞ്ഞ സൂക്തങ്ങളിൽ പറഞ്ഞു. അതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യമാണെന്നും പറഞ്ഞു. എന്നിട്ട് പിന്നെ 59-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു തആല ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് അള്ളാഹുവാണ് നിങ്ങൾക്ക് ഹുദ നൽകുന്നത്. ഹുദ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും മാർഗദർശനം നൽകുന്നത്, വഴി കാണിച്ചു തരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ നിങ്ങൾ തോന്നിയ പാട് ഹറാമും ഹലാലും ഉണ്ടാക്കുക. അള്ളാഹ് വിരോധിച്ചതിനെ നിങ്ങളങ്ങോട്ട് ഹലാലാക്കുക. അങ്ങനെയാണല്ലോ, കള്ള് അള്ളാഹ് വിരോധിച്ചതാണ്, അത് ഹലാലാണെന്ന് സർക്കാരുകളാണ് തീരുമാനിക്കുക. പലിശ അള്ളാഹ് സമ്പൂർണമായും വിമർശിച്ചിട്ടുള്ളതാണ്, എതിർത്തിട്ടുള്ളതാണ്, അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. എന്നാൽ സർക്കാരുകൾ അതിനാണ് അനുവദിക്കുക.
ഇങ്ങനെ ഹലാലും ഹറാം, അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കുക, അള്ളാഹ് ഹലാലാക്കിയതിനെ ഹറാമാക്കുക. ഇങ്ങനെ ഒരുപാടുണ്ട്. സ്വവർഗ വിവാഹം, സ്വവർഗരതി ഒരു ജനവിഭാഗത്തെ ഒന്നാകെ ഭൂമിക്കടിയിൽ ആഴ്ത്തിയ കുറ്റകൃത്യമാണ്. എന്നാലോ അത് പല രാജ്യങ്ങളിലും നിയമവിധേയമാണ്, സർക്കാരും കോടതിയൊക്കെ അംഗീകരിച്ചു കൊടുത്തിരിക്കുക. അപ്പം ഇങ്ങനെ അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കുക. അത് ഭക്ഷണ കാര്യത്തിലുണ്ട്, ചെറുതിലും വലുതിലും ഒക്കെ ഉണ്ട്, വ്യക്തിപരമായും സാമൂഹ്യപരമായും ഒക്കെ സംഭവിക്കുക. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, ഇങ്ങനെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം നല്ല പറഞ്ഞു, ഒട്ടകത്തിനെ ഹറാമാക്കണ കോലം അള്ളാഹ് ഹറാമാക്കിയതല്ല, എന്നിട്ട് മനുഷ്യന്മാർ അതിനെ ഹറാമാക്കുക. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മേൽ കളവ്, എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ തീരുമാനമാണിതെന്നും അള്ളാഹു അറിയിച്ചതാണെന്നുമുള്ള മട്ടത്തിലാണ് അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുന്നവരുടെ വിചാരം എന്താ? യൗമൽ ഖിയാമ, ഖിയാമത്തിനെ സംബന്ധിച്ച് അതൊരു ചോദ്യം, ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യമല്ല. അവരെ ഒന്ന് പേടിപ്പിക്കാൻ അന്ത്യനാൾ വരുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള കൃത്രിമമായ നിയമാവിഷ്കാരങ്ങൾ നടത്തുന്നവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടതുണ്ടെന്നും അള്ളാഹു പൊരുത്തപ്പെടാത്ത വിധത്തിൽ ഹലാൽ ഹറാമുകൾ നിർമ്മിച്ചത് അള്ളാഹു ചമയുകയാണെന്നും അവർ ദൈവം ചമയുകയാണെന്നും അവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് വമാ വന്നുള്ളതിന് എഫ്തറൂന അലല്ലാഹിൽ കദിബ. അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവൻ്റെ വിചാരം എന്താണ്? യൗമൽ ഖിയാമ, അന്ത്യനാളിൻ്റെ അന്ന്, അഥവാ അന്ത്യനാളിനെ സംബന്ധിച്ച് എന്നാൽ അത് അവനും അനുഭവിക്കേണ്ടി വരും. അവൻ്റെ കുറ്റത്തിനനുസരിച്ച് അവൻ അനുഭവിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എന്താണ് അവർ വിചാരിച്ചിരിക്കുന്നത്? നമ്മളെ നാൾ സാധാരണ പറയാറുണ്ടല്ലോ, എന്തായിരിക്കും അവൻ്റെ ഒരവസ്ഥ, കോടതിയിലൊക്കെ പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ പല വിഷയത്തിലും. കേസിന് പോയാൽ അതുകൊണ്ട് തന്നെ കുഴങ്ങൂല എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ഒരു പരിണതിയിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ മുമ്പ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് ഉത്തമം എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ സൂചന. അങ്ങനെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. അത്തരത്തിൽ രാജ്യങ്ങളാണെങ്കിൽ പറയും ഒരു യുദ്ധത്തിലേക്കൊക്കെ എടുത്തു ചാടുക എന്ന് പറയുന്നത്, യുദ്ധത്തിലേക്ക് ചെന്ന് ചാടുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എത്രയാണ്. ഇതേമാതിരിയുള്ള ഒരു പ്രയോഗമാണ് വമാ വന്നുല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അവരുടെ അവസ്ഥ അതവർ ആലോചിക്കേണ്ടതില്ലേ? അള്ളാഹുവിൻ്റെ മേൽ കൃത്രിമം ചമച്ചുണ്ടാക്കുന്നവർ. എന്നാൽ പോലും ഇന്നല്ലാഹ ലദൂ ഫളലിൻ അലന്നാസ്, അള്ളാഹു ജനങ്ങളോട് ഏറെ ഔദാര്യമുള്ളവനാണ്. വിശ്വാസികളെ അവൻ സഹായിക്കുകയും ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതുകൂടിയാണ് ഇന്നല്ലാഹ ലദൂ ഫളലിൻ അലന്നാസ്, ജനങ്ങളോട് ഏറെ ഫളലുള്ള ഔദാര്യമുള്ള. ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ മേൽ കൃത്രിമങ്ങൾ ആരോപിച്ചിട്ടും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യം അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് വെള്ളം കുടിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കിയാൽ മതി. അള്ളാഹ്ക്ക് അങ്ങനെയുണ്ടല്ലോ. അള്ളാഹുത്താല ഒറ്റപ്പെട്ട വ്യക്തികളെയൊക്കെ പരീക്ഷിക്കാറുണ്ടല്ലോ. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥ ഇല്ലാതാക്കിയാൽ മതി. അള്ളാഹിനെ കൊണ്ട് സാധിക്കുമല്ലോ. ഒരു രോഗം വന്നാൽ മതി. പൈപ്പിലൂടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഭക്ഷണം എന്താണെന്ന് അറിയില്ല, ജീവൻ നിലനിൽക്കുക എങ്ങനെ അറിയില്ല, പൈപ്പിലൂടെ വെള്ളവും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരില്ല. ഇത്ര ദുഷ്ടന്മാരായി അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹുത്താല ഒരുപാട് ഔദാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അവർക്ക് വായു കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ആരോഗ്യം കൊടുക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു, സൗകര്യം കൊടുക്കുന്നു. ഇന്നല്ലാഹ ലദൂ ഫളലിൻ അലന്നാസ്, അള്ളാഹു ജനങ്ങളോട് വളരെ ഔദാര്യം. ദൂ ഫളൽ എന്ന ഔദാര്യമുള്ളവൻ ആകുന്നു. വലാകിന്ന, എന്നാൽ അക്സറഹും ഭൂരിപക്ഷം ആൾക്കാരും ലാ യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നവരല്ല, അവർ നന്ദി കാണിക്കുന്നില്ല. അപ്പോൾ നന്ദി കാണിക്കുന്നവരിൽ പെടാൻ വേണ്ടി നമ്മൾ കൊതിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമസ്കാര ശേഷം നമ്മൾ പറയാറില്ലേ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അത് നമുക്ക് അറിയേണ്ട ഒരു ദിക്റാണല്ലോ. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ഖുർആനിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിതിങ്ങനെ ഓതിപ്പോകാനല്ല, ഇത് അള്ളാഹു പറയുന്നതാണെന്ന ബോധത്തോടു കൂടി ഓതണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ അള്ളാഹുവിൽ നിന്ന് നേർക്കുനേരെ കേൾക്കണം. അതിൽ ഇതൊക്കെ അള്ളാഹു പറയുന്നതാണെന്ന ബോധം നമുക്കുണ്ടാവുക. നന്ദി കാണിക്കുന്നില്ല അധികം ആളുകളെന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദി കാണിക്കുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഒന്നുകൂടെ അർത്ഥം വന്ന് അവസാനിപ്പിക്കാം.
വമാ ളന്നുല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുന്നവരുടെ വിചാരം എന്താണ്? യൗമൽ ഖിയാമ, അന്ത്യനാളിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അന്ത്യനാളിൽ. ഇന്നല്ലാഹ ലദു ഫദ്ലിൻ അലന്നാസ്, അള്ളാഹു ജനങ്ങളോട് ഏറെ ഔദാര്യം ചെയ്യുന്നവനാകുന്നു. വലാകിന്ന അക്സറഹും ലാ യഷ്കുറൂൻ, പക്ഷേ അവരിലെ ഭൂരിഭാഗം ആളുകളും നന്ദി കാണിക്കുന്നില്ല. അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും അവർ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വമുഖാമ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.